ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 3 മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ കുറിച്ചാണ് പറയാൻ വന്നിരിക്കുന്നത്. 3 വളരെയധികം പവർഫുള്ളാണ്. നമ്മുടെ എന്തൊരാഗ്രഹവും സാധിക്കാൻ വേണ്ടി നമുക്ക് ഈ 3 മെത്തേഡ്സും 3 രീതിയിൽ ഉപയോഗിക്കാം. ഓരോ മെത്തേഡ്സും ഓരോ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു സമയം ഒരു മെത്തേഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ രാവിലെ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് വൈകിട്ട് നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യാം. എന്താഗ്രഹവും, അതായത് ആഗ്രഹിച്ച ആളെ വിവാഹം കഴിക്കാൻ, ഇനിയിപ്പം ആഗ്രഹിച്ച വ്യക്തി പിണങ്ങിയിരിക്കുവാണെങ്കിൽ ആ വ്യക്തി നമ്മളെ വിളിക്കാൻ വേണ്ടി, ആഗ്രഹിച്ച ജോലി ലഭിക്കാൻ, അതും ആഗ്രഹിച്ച കമ്പനിയിൽ ആഗ്രഹിച്ച പ്ലേസിൽ ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ എന്തെങ്കിലും ഒരു എക്സാം വരുന്നുണ്ടെങ്കിൽ ആ എക്സാമിന് എനിക്ക് ഇത്ര മാർക്ക് വേണം, ആ ഒരു മാർക്ക് അച്ചീവ് ചെയ്യാൻ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഈ സ്വിച്ച് വേർഡ്സും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു വസ്തു മേടിക്കാൻ വേണ്ടിയിട്ട്, അത് എന്തുമാവാം, അത് മേടിക്കാൻ വേണ്ടി, അങ്ങനെ നിങ്ങളുടെ എന്തൊരാഗ്രഹവും സാധിക്കാൻ വേണ്ടിയിട്ട് സ്വിച്ച് വേർഡ്സ് ഉപയോഗിക്കാം. ഇതിനു മുമ്പ് ഞാൻ 111 കുറിച്ചും 222 കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇവയൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. സ്വിച്ച് വേർഡ്സ്, ഏഞ്ചൽ നമ്പേഴ്സ്, ഇതൊക്കെ കൂടുതലും കണ്ടുപിടിച്ചിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. അവിടെയുള്ളവർ ഇത് അവരുടെ ഡെയിലി ലൈഫിൽ പ്രയോജനപ്പെടുത്തി അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടുമുണ്ട്. ഇതെല്ലാം ഇംഗ്ലീഷിലുള്ളതാണ്. നമുക്കൊരിക്കലും ഇതിനെ മലയാളത്തിലോട്ട് തർജ്ജിമ ചെയ്യാനൊന്നും സാധിക്കില്ല. 2 രീതിയിലാണ് ഇതുള്ളത്. ഒന്ന് സ്വിച്ച് വേർഡ്സ് ആയിട്ട്, അതായത് ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ്. രണ്ടാമതെന്ന് പറയുന്നത് ഏഞ്ചൽ നമ്പേഴ്സ്, 111, 222, 333, 369 മെത്തേഡ്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മൾ ഡെയിലി ലൈഫിൽ ഈ സമയങ്ങളും ഈ നമ്പേഴ്സും ഒക്കെ കാണുന്നതായിരിക്കും. ഇവയൊക്കെ ഓരോ ഏഞ്ചൽസാണ്. നമ്മൾ 111, അതായത് 11 സമയം കണ്ടാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം നമ്മളിലോട്ട് പ്രപഞ്ചം എത്തിച്ചേർക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം മിക്കവരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇതെല്ലാം ഓരോ മാനിഫെസ്റ്റേഷൻസ് ടെക്നിക്കാണ്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് വരുന്നൊരു പോസിറ്റീവ് സൈൻസാണ്. ഇത് മാത്രമല്ല 333 കാണുന്നത്, 444 കാണുന്നത്, അതുപോലെ തന്നെ 746, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഫെതേഴ്സ്, ഒരു കൂട്ടം കളേഴ്സ് കാണുന്നത്, അതായത് ഇപ്പോൾ പിങ്ക് കളറിലെ കടലാസ് ചെടി പൂവ് ഇങ്ങനെ വളരെ വൈഡ്ലി വളർന്നു നിൽക്കുന്നതൊക്കെ കാണാൻ നമുക്ക് മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു സൈനാണത്. നിങ്ങളത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിൻറ്റ്സ് വരുമ്പോൾ, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് വരുമ്പോഴൊക്കെ ഈ ഏഞ്ചൽ നമ്പേഴ്സ് നമ്മൾ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ ഈ ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സ്വിച്ച് വേർഡ്സിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ എന്ത് സിറ്റുവേഷൻസിനാണെങ്കിലും നമുക്കത് ചെയ്യാം. ഇപ്പം അതികാലം എഴുന്നേറ്റ് കുളിക്കാതെ നമ്മൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലോ, അതുപോലെ തന്നെ പീരിയഡ് സമയമാണെങ്കിലോ, പുലവാലായ്മയാണോ, നമ്മൾ സാധാരണ പൂജകളും മന്ത്രങ്ങളും ഒക്കെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതിന് നോ റെസ്ട്രിക്ഷൻസ് ആണ്. എപ്പോഴും ഏത് പരിതസ്ഥിതിയിലും ചെയ്യാം. അതിനാദ്യമായിട്ട് വേണ്ടത് നമുക്ക് വിശ്വാസമാണ്. പൂർണ്ണമായിട്ടുള്ള 100% വിശ്വാസം വേണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു കാമായിട്ട്, ഒരു ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസിലിരുന്ന് നമ്മുടെ മൈൻഡിനെ നെഗറ്റീവ് എനർജി റിലീസ് ചെയ്ത് പോസിറ്റീവ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് വേണം നമ്മളിത് ചെയ്യാൻ. ചിലവരിതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല മണമുള്ള ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെച്ചിട്ട് അതിന് മുമ്പിലിരുന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നുമില്ല. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊരു പ്ലേസ് ആയിരിക്കണം. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരും വരരുത്. അങ്ങനെയുള്ളൊരു പ്ലേസിൽ ഇരുന്നിട്ട് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ചില ഏഞ്ചൽ നമ്പേഴ്സ് നമുക്ക് റൈറ്റ് ചെയ്യാം. ചില നമ്പേഴ്സ് നമുക്ക് മനസ്സിൽ ഉരുവിട്ടാൽ മതി. ചിലത് നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ വിരലിലുമൊക്കെ എഴുതുന്നതായിരിക്കാം. പക്ഷേ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം. നമ്മൾ എന്താണ്, ഒരേ ഒരാഗ്രഹമേ ഒരു സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. അതും നടന്നു എന്നുള്ള രീതിയിൽ. ഇപ്പം വിവാഹമാണ്, ജോലിയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ലെറ്റർ, അതായത് ജോയിൻ ചെയ്യാനുള്ള ലെറ്റർ വരുന്നത്, നമ്മുടെ ഒപ്പിട്ട് മേടിക്കുന്നത്, നമ്മൾ ആ ദിവസം ജോയിൻ ചെയ്യേണ്ട ദിവസം നമ്മൾ ആ ഓഫീസിൽ പോകുന്നത്, ജോയിൻ ചെയ്യുന്നത്, ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനിയിപ്പം വിവാഹമാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കല്യാണം, മോതിരമിടുന്നത്, ഡ്രസ്സ് എടുക്കുന്നത്, താലി കെട്ടുന്നത്, ആഫ്റ്റർ റിസപ്ഷൻ, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇനി പിണങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി നമ്മളെ വിളിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ സെയിം ആളുടെ കോൾ വരുന്നത്, നമ്മളെടുത്ത് ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നത്, എക്സാമിന് മാർക്കാണെന്നുണ്ടെങ്കിലും ടീച്ചർ ക്ലാസ്സിൽ വിളിക്കുന്നത്, ആ മാർക്ക് അച്ചീവ് ചെയ്യുന്നത്, കൺഗ്രാറ്റ്സ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്.
അപ്പം ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഒരു ഏഞ്ചൽ നമ്പറാണ്, അതായത് 1176. ഇതാണ് ഈ നമ്പർ എന്ന് പറയുന്നത്. ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിരാവിലെ നിങ്ങൾ കുളിച്ച് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ഇടത് കൈയുടെ മണിക്കെട്ടിൽ, അതായത് റിസ്റ്റ് വാച്ച് കെട്ടുന്ന ആ ഭാഗത്ത് ഇത് ബ്ലാക്ക് ഒഴിച്ച് ഏത് കളറിലും നിങ്ങൾക്ക് ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതാവുന്നതാണ്. അതായത് 1176 എഴുതുന്ന സമയത്ത് എന്താണോ നിങ്ങളുടെ ആഗ്രഹം, ഞാൻ മുൻപ് പറഞ്ഞതിൽ എന്താഗ്രഹമാണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത് ആ ആഗ്രഹം മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ഇത് എഴുതാൻ. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതങ്ങ് വിട്ടിരിക്കുക. പിന്നെ അത് ചിലപ്പം ചില കൈകൾ വിയർത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിട്ടോ അത് മാഞ്ഞു പോയാലും വിഷയമുള്ള കാര്യമൊന്നുമല്ല, നമ്മളത് എഴുതുക എന്നുള്ളതാണ്. പിന്നെ അന്നത്തെ ദിവസം റിപ്പീറ്റായിട്ട് എഴുതേണ്ട കാര്യമില്ല. പിന്നെ പിറ്റേ ദിവസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 21 ഡേയ്സ് നിങ്ങളിത് കയ്യിൽ എഴുതിയാൽ മതി. ഈ 1176 എന്ന് പറയുന്ന നമ്പർ സൂചിപ്പിക്കുന്നത് തന്നെ ഒരു പവർഫുൾ മാനിഫെസ്റ്റേഷൻ ആയിട്ടുള്ള ഒരു നമ്പറാണിത്. കഠിനമായിട്ടുള്ള, നമുക്ക് സാധിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ കാര്യം നമ്മിലോട്ട് ഇത് എഴുതുന്നത് മൂലം അട്രാക്റ്റ് ചെയ്യപ്പെടും. അതുമാത്രവുമല്ല, 1176 ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരാഗ്രഹം സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം സാധിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഉൾവിളി, അതായത് ആ ഒരു മെസ്സേജാണ് നമുക്ക് യൂണിവേഴ്സ് തരുന്നത്. അപ്പോൾ ആദ്യത്തേത് 1176. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നതും ഇതും ഒരു സ്വിച്ച് വേർഡ് പ്ലസ് ഏഞ്ചൽ നമ്പറാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ്. ഇത് നമ്മൾ എഴുതുകയൊന്നും വേണ്ട, ജസ്റ്റ് റിപ്പീറ്റ്ലി നമുക്ക് നമ്മുടെ മൈൻഡിൽ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതായത് എന്താണോ നമ്മുടെ ആഗ്രഹം അതിനെ ജസ്റ്റ് ഫോക്കസ് ചെയ്യുക, നമ്മുടെ ഗോളിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക. ശേഷം നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ട്രാവൽ ചെയ്യുമ്പോഴോ അങ്ങനെയുള്ള എന്തൊരു സമയത്തും നമ്മൾക്കിത് ഇങ്ങനെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കാം. സഡൻലി 741 സംഹൗ, സഡൻലി 741 സംഹൗ എന്നുള്ളത്. ഇത്ര ടൈം എന്നൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഫോക്കസ്ഡ് അവർ ഗോൾ. ആ ഒരു ഗോളിനെ ഫോക്കസ് ചെയ്ത്, അതായത് പോസിറ്റീവ് ഇൻറ്റൻഷനോടുകൂടി നമ്മുടെ ഗോളിനെ ഫോക്കസ് ചെയ്ത് നമ്മളിങ്ങനെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ബുക്കോ ഒരു പേപ്പറോ എടുത്ത് അതിൽ ഒരു 45 ടൈംസ് എഴുതാവുന്നതാണ്. പക്ഷേ എഴുതുന്നതും പറയുന്നതും ഒരുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഇന്ന് പറഞ്ഞാൽ ചിലപ്പം ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്നിരിക്കും. അത്ര മാത്രം പവർഫുള്ളാണ് ഈ ഒരു ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നതും ഒരു സ്വിച്ച് വേർഡ് തന്നെയാണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ 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 പവർഫുള്ളായിട്ടുള്ളൊരു സ്വിച്ച് വേർഡാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു ആൻസർ വേണം, നിങ്ങളൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലാണ്, എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പൈസ വേണം, ഇപ്പോൾ വാടക കൊടുക്കാൻ വേണ്ടി നാളെ പൈസ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെയൊക്കെ ലൈഫിൽ വളരെ പെട്ടെന്നാണ് ചില ഇൻസിഡൻസ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. 51 തവണ ഒന്നെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ റിപ്പീറ്റ്ലി മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഈ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് റൈസ് ആൻഡ് ഷൈൻ. റൈസ് ആൻഡ് ഷൈൻ ഇത് ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ വേണം. ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. എഴുതുകയാണെങ്കിൽ, അതല്ല പറയുകയാണെന്നുണ്ടെങ്കിൽ റൈസ് ആൻഡ് ഷൈൻ, റൈസ് ആൻഡ് ഷൈൻ. അപ്പോഴും ഫോക്കസ്ഡ് ഓൺ യുവർ ഗോൾ. എന്താഗ്രഹമാണോ സാധിക്കേണ്ടത് അത് നമുക്ക് ഫോക്കസ് ചെയ്യുക. ഒരേ ഒരു ആഗ്രഹമേ അറ്റ് ദ വൺ ടൈം, ഒരൊറ്റ സമയത്ത് ഒരൊറ്റ ആഗ്രഹം മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, എഴുതിക്കൊണ്ടിരിക്കുക 51 തവണ. ഈ മൂന്നും വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേർഡ്സ് ആൻഡ് ഏഞ്ചൽ നമ്പറാണ്. നിങ്ങൾക്കിത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതുമാണ്. ഇത് ചെയ്ത് നോക്കൂ. റിസൾട്ട് കിട്ടിയാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും ഇത് ചെയ്തു നോക്കാനായിട്ട് തോന്നുകയുള്ളൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.